എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ദശാംശ സംഖ്യകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ദശാംശ സംഖ്യകൾ അവ തമ്മിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് കൂട്ടുക, അതുപോലെ തന്നെ ഒരു ദശാംശ സംഖ്യ അതായത് ഒരു ഡെസിമൽ നമ്പറിൽ നിന്ന് മറ്റൊരു ഡെസിമൽ നമ്പർ എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ഇന്ന് ആദ്യം ഒരു ദശാംശ സംഖ്യയുടെ കൂടെ മറ്റൊരു ദശാംശ സംഖ്യ എങ്ങനെയാണ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 ദശാംശ സംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുക എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ നീളം ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 4.3 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതായത് 4 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്റർ അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ 4.3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ കൊണ്ട് 3 മില്ലിമീറ്റർ അല്ലേ, അതുകൊണ്ടാണ് നാം 4.3 സെൻറ്റിമീറ്റർ എന്ന് പറയുക. ഓക്കെ, ഇനി മറ്റൊരു ലൈൻ ഞാൻ വരച്ചു. ഇപ്പോൾ അതിനൊരു 2.5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. അപ്പോൾ ഈ ലൈനിൻ്റെ നീളം 2.5 സെൻറ്റിമീറ്റർ, ഈ ലൈനിൻ്റെ നീളം 4.3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 2 ലൈനും ഞാനിങ്ങനെ യോജിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൊത്തം നീളം എത്രയായിരിക്കും? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഇതും രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഈ നീളവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മൊത്തം നീളം നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവ തമ്മിൽ ആഡ് ചെയ്യണം, അതായത് ഇവ തമ്മിൽ കൂട്ടണം. ഇപ്പം നമുക്ക് നോക്കിയേ, ഇവിടെ 4ഉം 2ഉം ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇതിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൂട്ടാൻ അറിയാം അല്ലേ. എന്ത് ചെയ്യും? നമ്മൾ 4ഉം 2ഉം കൂടി കൂട്ടും, ആഡ് ചെയ്യും. അപ്പോൾ 4ഉം 2 എത്രയാണ്? 6 അല്ലേ, 6. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ വരയുടെ നീളം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നോക്കിയാൽ 4.3 4 സെൻറ്റിമീറ്റർ ഉണ്ട്, പിന്നെ 3 മില്ലിമീറ്റർ ഉണ്ട്. ഇവിടെയാണെങ്കിലോ 2 സെൻറ്റിമീറ്റർ ഉണ്ട്, 5 മില്ലിമീറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് പല രീതിയിലും നമുക്കിത് ചെയ്യാം. നാം നോക്കിയാൽ ഇവിടെ 4ഉം 2ഉം, അതായത് നാം സാധാരണ മുമ്പ് എങ്ങനെ ആഡ് ചെയ്യാറ്? 4 ഇടും, അതിനുശേഷം 2 ഇടും അല്ലേ. 4ഉം 2ഉം 6 അല്ലേ, ഇങ്ങനെയാണ് നാം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇതും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ആഡ് ചെയ്യുക? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവർ. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പല രീതിയിലും ഇത് ആഡ് ചെയ്യുന്ന രൂപം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും ഏറ്റവും ഈസി ആയ രീതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇവിടെ നോക്കിയാൽ 4.3 അല്ലേ. അപ്പോൾ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, ഇവിടെ 4.3 ഇത് ഞാൻ എഴുതി. ഇനി ഇതിൻ്റെ കൂടെ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? 2.5 അല്ലേ, 2.5. അപ്പോൾ 2. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2.5. അപ്പോൾ ഇതിനും പോയിന്റ് ഉണ്ട്, ഇതിനും പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നാം എന്ത് വേണം? ഈ 2 പോയിന്റും കറക്റ്റായിട്ട് അടിയിൽ വരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 2.5 എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞിട്ട് നോക്കിയാൽ 2.5. നമുക്ക് തോന്നിയ പോലെ എഴുതരുത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റിൻ്റെ അടിയിൽ അല്ലേ, ഈ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? വൺസിൻ്റെ അടിയിൽ വൺസ് വരും അല്ലേ. ഇതിൻ്റെ ഒറ്റ ഏതാണ്? 4, ഇതിൻ്റെ ഒറ്റ ഏതാണ്? 2 അല്ലേ. അതായത് ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുന്നു, ഇവിടെ ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് 2 അല്ലേ. അപ്പോൾ വൺസിൻ്റെ സ്ഥാനങ്ങൾ എപ്പോഴും അതിൻ്റെ അടിയിൽ തന്നെ വരണം അല്ലേ. ഇതാണെങ്കിലോ ഇത് ടെൻസ് ആണ് അല്ലേ, 10-1 കണ്ടോ, 10-1ൻ്റെ താഴെ ഇതിൻ്റെ 10-1. അതായത് ഇത് ഒരേ രീതിയിൽ തന്നെ വരണം അല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ആകെ ഒരു കാര്യം. അപ്പോൾ ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, പിന്നെ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? 3ഉം 5ഉം 8 അല്ലേ, 8. ഇനി അടുത്തെന്താണ്? പോയിന്റ് അല്ലേ, ആ പോയിന്റ് 2. ഇനി 4ഉം 2ഉം 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6.8 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നീളം എത്രയായിരിക്കും? 6.8 സെൻറ്റിമീറ്റർ. ഇനി നോക്കിയാൽ മറ്റൊരു ചോദ്യം നോക്കിയാൽ, ഇപ്പോൾ ഇതൊരു പാത്രം അല്ലേ. അപ്പോൾ ചോദ്യങ്ങൾ പല രീതിയിലും ചോദിക്കും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് പാലുണ്ടെന്ന് വിചാരിക്കാം, പാലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6.25 ലിറ്റർ. ഇത്ര പാൽ ഇതിലുണ്ട്. ഇനി ഞാനിതിൽ കുറച്ചും കൂടി പാൽ കൊണ്ട് ഒഴിക്കാമെന്ന് വിചാരിക്കാം. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ചും കൂടി പാലുണ്ടായിരുന്നു, ആ പാല് എന്ത് ചെയ്തു? ഇതിലേക്ക് ഒഴിക്കുകയാണ്. 3.5 ലിറ്ററാണ് ഇതിലെ പാല് അല്ലേ. അപ്പോൾ ഈ പാല് എന്ത് ചെയ്തു? ഇതിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പം മൊത്തം എത്ര പാലുണ്ടായിരിക്കും? നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി
അല്ലേ? അപ്പോൾ ഇവിടെ പാലെന്നോ വെളിച്ചെണ്ണന്നോ അല്ലെങ്കിൽ വേറെ എന്തും തരും. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ എന്ത് ചെയ്താൽ മതി, എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുക, ഈ ഒറ്റ കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ പാൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, 6.25 പ്ലസ്, ഇനി ശ്രദ്ധിക്കണം, 3.5 അല്ലേ? അപ്പോൾ ഈ 3 എവിടെ എഴുതും നമ്മൾ? 3.5 എന്ന് പറഞ്ഞാൽ 3 എവിടെ എഴുതും? 3 ഇവിടെ എഴുതുമോ? അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, 3.5 ഇങ്ങനെ എഴുതും. അങ്ങനെ എഴുതാൻ പാടുണ്ടോ? പാടില്ല. എന്താണ് ഞാൻ പറഞ്ഞത്, ഈ പോയിന്റ് അല്ലേ, പോയിന്റ് എപ്പോഴും എന്ത് വേണം, അത് സെയിം ആയിട്ട് വരണം അല്ലേ, നേർക്ക് നേരെ വരണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, പോയിന്റ് ഇട്ടിട്ട് ഇവിടെ 3 അല്ലേ, അപ്പോൾ 3.5. 5 എവിടെ എഴുതേണ്ടത്, ഇവിടെ ആണോ? അല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് അല്ലേ 5. അതായത് ഇതിൻ്റെ നോക്കിയാൽ 10-1, ഇതിലെ 10-1 ഏതാണ്, 2 അല്ലേ, ഇതിൻ്റെ 10-1 ഇവിടെ ഏതാണ്, 5 അല്ലേ. അപ്പോൾ 2ഉം 5ഉം അടിയിൽ വരണ്ടേ, അടിയിൽ വരണം. പിന്നെ 6ഉം 3ഉം ഒരേ വരിയിൽ വരണ്ടേ, അപ്പോൾ 6ഉം 3ഉം, അതായത് ഒറ്റകൾ കണ്ടില്ലേ, ഒരേ ലൈനിൽ വന്നു. പിന്നെയോ 10-1, അതായത് ടെൻസ് കണ്ടില്ലേ. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ എഴുതണം, ഇത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ഇടയിന് പോലെ ഇട ചെയ്തോ, 5 ഇട്ടു, 5ഉം 2ഉം 7 ഇട്ടു, അത് കഴിഞ്ഞാൽ പോയിന്റ് ആണ്, അപ്പോൾ നമ്മൾ പോയിന്റ് ഇട്ടു. ഇനി 6ഉം 3ഉം 9. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും ടോട്ടൽ പാലിൻ്റെ അളവ്, 9.75 ലിറ്റർ പാലുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 79 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ, അനു മെയ്ഡ് ആൻ 8.5 മീറ്റർ ലോങ് ഫെസ്റ്റൂൺ ആൻഡ് സാറ മെയ്ഡ് എ 7.8 മീറ്റർ ലോങ് വൺ ടു ഡെക്കറേറ്റ് ദയർ ക്ലാസ് റൂം ഫോർ ദി സ്കൂൾ ആനിവേഴ്സറി അല്ലേ. അതായത് ആനിവേഴ്സറി, സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, രണ്ടുപേര് കൂടിയിട്ട്, അനുവും അതുപോലെ തന്നെ സാറാം കൂടി എന്ത് ചെയ്തു, ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെസ്റ്റൂൺ അല്ലേ, അതായത് നമ്മൾ തോരണം, അരങ്ങെന്നൊക്കെ പറയും അല്ലേ, അത് രണ്ടുപേരും കൂടി ഉണ്ടാക്കി. അതിൽ അനു ഉണ്ടാക്കി എത്ര മീറ്റർ ഉണ്ടായിരുന്നു, 8.5, 8.5 മീറ്റർ നീളമുള്ളതായിരുന്നു അനു ഉണ്ടാക്കിയത്. ഇനി സാറയാണെങ്കിലോ 7.8 മീറ്റർ അല്ലേ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫെസ്റ്റൂൺ ദേ മെയ്ഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുണ്ടാക്കിയത് അതിൻ്റെ മൊത്തം നീളം എത്രയായിരിക്കും, ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം, ലെങ്ത് ഓഫ് അനുവിൻ്റെ ഫെസ്റ്റൂൺ, അതായത് അനു ഉണ്ടാക്കിയ തോരണത്തിൻ്റെ നീളം 8.5 അല്ലേ, 8.5 മീറ്റർ ആണ് അതിൻ്റെ നീളം. ഇനി നമുക്ക് എന്ത് വേണം, സാറ ഉണ്ടാക്കിയത് വേണം അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ എഴുതാം, ലെങ്ത് ഓഫ് സാറാസ് സാറ ഉണ്ടാക്കിയ അല്ലേ, സാറയുടെ ഫെസ്റ്റൂൺ, സാറ ഉണ്ടാക്കിയ ഫെസ്റ്റൂണിൻ്റെ തോരണത്തിൻ്റെ നീളം എത്രയാണ്, 7.8 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ആകെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ ലെങ്ത് ആകെ നീളം എന്ത് ചെയ്യണം നമ്മൾ, 8.5ഉം പിന്നെ എന്ത് കൂടി കൂട്ടണം, 7.8ഉം തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ഉത്തരമായി അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്ത് ചെയ്യണം, നമുക്ക് 8.5 പ്ലസ് 7.8 കൂട്ടണം അല്ലേ, ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം, ഈ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. അതൊറ്റ കാര്യം ശ്രദ്ധിക്കണം, അത് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റി. അപ്പോൾ എന്ത് വേണം, ഈ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. അപ്പോൾ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വൺസിൻ്റെ അടിയിൽ തന്നെ വൺസ് വരും അല്ലേ. ഇതിൻ്റെ വൺസ്, അതായത് 10-1 താഴെ 10-1 വരും, മനസ്സിലായി, അതിൻ്റെ സ്ഥാനം അനുസരിച്ച് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 7.8 നമുക്ക് വേണ്ട, പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. അപ്പോൾ 7.8. അപ്പോൾ ഇതങ്ങോട്ടും കൂടി നീങ്ങിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റി. ഇതാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നോക്കിയേ, 8ഉം 5ഉം നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. 8ഉം 5 എത്രയാണ്, 13 അല്ലേ. 13ക്ക് നമ്മൾ 3 എഴുതി, ബാക്കി 1 ഉണ്ട് അല്ലേ. 1 നാം എന്ത് ചെയ്യും, ഇവിടെ ഇടും അല്ലേ, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ 8 5 13 ഇട്ടു. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഇവിടെ എന്താ ഉള്ളത്, പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് നമ്മുടെ കൂടെ ഇറക്കി ഇട്ടു, ഈ പോയിന്റ് ഇട്ടു, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യണം, ഇവിടെ 1 ഉണ്ട്, 1ഉം 8ഉം 9, 9ഉം 7 എത്രയാണ്, 16. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്താൽ മതി. പക്ഷെ എന്താണ്, ഇവിടെ നമ്മൾ ഈ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 16.3 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 16.3 മീറ്റർ. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ,
Amal needs 2.25 meters of cloth and Sagar 1.85 meter for സ്കൂൾ യൂണിഫോം അല്ലേ. അപ്പോൾ സ്കൂൾ യൂണിഫോം തയ്ക്കാൻ വേണ്ടിയിട്ട് അമലിന് 2.25 മീറ്റർ തുണി വേണം. അതുപോലെ തന്നെ സാഗറിനോ 1.85 മീറ്റർ തുണി വേണം അല്ലേ, അവരുടെ യൂണിഫോമിന് വേണ്ടിയിട്ട്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ 2 പേർക്കും കൂടിയിട്ട് എത്ര തുണി വേണം? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ഇപ്പോൾ നോക്കിയാൽ അമലിന് എത്ര മീറ്റർ തുണി വേണം? അമലിന് 2.25 മീറ്റർ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും എന്ത് വേണം? 2.25 എന്ന് ചിലവർ വായിക്കും, അങ്ങനെ വായിക്കാൻ പാടില്ല, തെറ്റാണ്. പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ നമ്മൾ കൂട്ടി വയ്ക്കാൻ പാടില്ല, 25 എന്ന് വായിക്കരുത്. അതായത് 2.25 അല്ല, ഇനി 35 ആണെങ്കിൽ 35, ആ രൂപത്തിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അമലിന് 2.25 മീറ്റർ തുണി വേണം അല്ലേ. ചില കുട്ടികൾ എന്ത് ചെയ്യും 2.25 എന്ന് വായിക്കും, അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ വായിക്കാൻ പാടില്ല, 2.25. ഇനി സാഗറിനോ? അപ്പോൾ സാഗറിന് എത്ര വേണ്ടി ഒരു തുണി? 1.85 അല്ലാതെ 1.85 എന്ന് പറയരുത്, 1.85 മീറ്റർ. ഇതാണ് ഇവർക്ക് വേണ്ട തുണി അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് അല്ല എന്ത് വരും? ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത്, ആകെ തുണിയുടെ അളവ് എന്ത് ചെയ്യണം? നമ്മൾ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 2.25 പ്ലസ് 1.85 ഇനി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. 2.25 എഴുതി, ഇനി 1.25 അല്ലേ, പോയിന്റ് ഇവിടെ വരണം. 1.85. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 5 5 10 അല്ലേ, ബാക്കി 1 അല്ലേ. അപ്പോൾ 1 നമ്മൾ ഇട്ടു. ഇനി എത്ര വരും? 1 2 3 3 8 11 അല്ലേ. 11 1 അല്ലേ, ബാക്കി 1. ആ 1 ഇവിടെ എഴുതി അല്ലേ. ഇനി നോക്കിയാൽ നമുക്കിവിടെ പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് അപ്പോൾ ഇതേപോലെ തന്നെ പോയിന്റ് ഇടാം, ഇങ്ങോട്ട് ഇറക്കിയിടാം. കണ്ട, ഇനി നമ്മൾ ഇപ്പുറത്ത് കടന്നില്ലേ, ഇപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇതേപോലെ അങ്ങോട്ട് ഇടാം. ഇനി എന്ത് വേണം? 1 2 3 1 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 4.1 അല്ലേ. അപ്പോൾ ഞാൻ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഈ അവസാനം വലത്തെ അറ്റത്ത് 0 വന്നാൽ അതിന് വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് 4.1 എന്ന് എഴുതിയാൽ മതി, ഈ 1 മീറ്റർ അല്ലേ, മീറ്റർ. ഇനി 4.10 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്കിവിടെ ഇതിന് വാല്യൂ ഇല്ല അല്ലേ, അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് 4.1 മീറ്റർ തുണി 2 പേർക്കും കൂടി വേണം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. A tin weighs 2.85 kilograms and it is filled with 12.5 kilograms of rice അല്ലേ. അതായത് ഒരു ടിന്നിന്, അതിൻ്റെ ടിന്നിൻ്റെ ഭാരം പറഞ്ഞിട്ടുണ്ട് 2.85 കിലോഗ്രാം ഭാരം ടിന്നിനുണ്ട്. അപ്പോൾ ആ ടിന്നിൽ 12.5 കിലോഗ്രാം റൈസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ വെയിറ്റ്? അങ്ങനെയാണ് മൊത്തം വെയിറ്റ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടിന്നിൻ്റെ വെയിറ്റും ഈ അരിയുടെ വെയിറ്റും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? വെയിറ്റ് ഓഫ് ടിൻ, വെയിറ്റ് ഓഫ് ടിൻ, അതായത് ടിന്നിൻ്റെ ഭാരം എത്രയാണ്? ടിന്നിൻ്റെ ഭാരം 2.85 കിലോഗ്രാം ആണ് ടിന്നിൻ്റെ ഭാരം. ഇനി നമുക്കെന്ത് വേണം? വെയിറ്റ് ഓഫ് റൈസ് അല്ലേ, അതായത് അരിയുടെ ഭാരം എത്രയാണ്? 12.5 അല്ലേ, 12.5 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ആകെ ഭാരം എന്ത് ചെയ്യണം? നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി അല്ലേ. 2.85 പ്ലസ് 12.5. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം 2.85 പ്ലസ്, ഇനി നോക്കിയാൽ 12.5 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? ഇവിടെ നിന്ന് എഴുതുമ്പോൾ തെറ്റാൻ പാടില്ല, തെറ്റിച്ച് കഴിഞ്ഞാൽ ഒക്കെ പോകും, ഒക്കെ തെറ്റും. അപ്പോൾ നമ്മൾ 12.5 അല്ലേ, നമ്മൾ ഈ പോയിന്റാണ് നോക്കേണ്ടത്. പോയിന്റ് കണ്ടില്ലേ, പോയിന്റ്. ഞാൻ പറഞ്ഞു പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണ്ടേ. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് അല്ലേ, വന്നു. ഇനി എന്ത് വേണം? 12 എങ്ങനെ എഴുതും? 12 അല്ലേ, 12.5 മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഇതിൻ്റെ ഒറ്റ വന്നു അല്ലേ.
അതായത് ഇവിടെ വൺസിൻ്റെ സ്ഥാനത്ത് വൺസ് വരണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെൻസിൻ്റെ സ്ഥാനത്ത് ടെൻസ് വരണം. അതായത് ഇവിടെ 10ൻ്റെ സ്ഥാനത്ത് 0 ആണ്, ഒന്നില്ല. ഇതിൻ്റെ 10ൻ്റെ സ്ഥാനത്ത് 1. അപ്പോൾ ഇതേപോലെ വരണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് ഇടാം. പിന്നെ നമ്മൾ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി. മനസ്സിലായില്ല? അപ്പോൾ ഈ കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പോൾ 12.5 ഇത്രയേ ഉള്ളൂ. അല്ലാതെ 5 ഇങ്ങോട്ട് നീക്കി എഴുതാൻ പാടുണ്ടോ? ഇങ്ങോട്ട് നീക്കി എഴുതരുത്. കാരണം എന്താ? ഇത് 10-1 അല്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഇത് 10-1, അതായത് ടെൻസിൻ്റെ സ്ഥാനത്ത് ഇവിടെ 8, ഇവിടെ ടെൻസിൻ്റെ സ്ഥാനത്ത് ഏതാണ്? 5 ആണ് അല്ലേ? പോയിന്റ് കഴിഞ്ഞാൽ ഇവിടെ 5, ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ 8. അപ്പോൾ അത് രണ്ടും എന്ത് വേണം? അടിയിലും മോഡിലാടി വരണം അല്ലേ? അപ്പോൾ അല്ലാതെ ഇവിടെ കൊണ്ട് 12 ഇവിടെ ഇട്ട് പോയിന്റ് ഇട്ട് 5 ഇവിടെ എഴുതരുത്. ഇതിൻ്റെ അടിയിൽ തന്നെ 5 എഴുതണം. അപ്പോൾ ഈ രീതിയിൽ തന്നെ എഴുതണം, അതല്ലെങ്കിൽ തെറ്റും. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാം. 5 8 5 13 3 അല്ലേ? 3 ബാക്കി 1 ഉണ്ട്. 1 2 3 3 2 5 അല്ലേ? 5 1. ഇനി പോയിന്റ് എവിടെ വരും? ഇതിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് എഴുതണം അല്ലേ? പോയിന്റ് ഇടണം അല്ലേ? പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം, ഇങ്ങോട്ടും നീക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15.35 ഈക്വൽ ടു 15.35 എന്താണ്? വെയിറ്റ് അല്ലേ? കിലോഗ്രാം. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ബഗുൾ വാക്സ് 2.25 കിലോമീറ്റേഴ്സ് ഇൻ ദി മോർണിംഗ് ആൻഡ് 1.5 കിലോമീറ്റേഴ്സ് ഇൻ ദി ഈവനിങ് എവറി ഡേ. അതായത് ബഗുൾ എന്ത് ചെയ്യുന്നുണ്ട്? ദിവസവും രാവിലെ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട്? 2.2 കിലോമീറ്റർ നടക്കുന്നുണ്ട്. വൈകിട്ട് 1.5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ഷീ വാക്സ് ഈച്ച് ഡേ? ബഗുൾ ഒരു ദിവസം മൊത്തം എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട്? ഇതാണ് ചോദ്യം. പുലർച്ചെ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട്? 2.25 കിലോമീറ്റർ അല്ലേ? മോർണിംഗ് വാക്ക് അല്ലേ? മോർണിംഗ് വാക്ക്. അതായത് രാവിലത്തെ നടത്തം എത്ര കിലോമീറ്റർ ആണ്? 2.25 കിലോമീറ്റർ രാവിലെ നടക്കുന്നു. ഇനി വൈകിട്ടോ? അതായത് ഈവനിങ് വാക്ക് അല്ലേ? ഈവനിങ് വാക്ക്. അത് വൈകിട്ടുള്ള നടത്തം എത്ര കിലോമീറ്റർ ആണ്? 1.5 കിലോമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം നമ്മൾ? ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ്. ആകെ ദൂരം എത്ര ദൂരം നടക്കുന്നുണ്ട്? 2.25 പിന്നെ എന്ത് ചെയ്യണം? 1.5 കിലോമീറ്റർ നമ്മൾ കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം. 2.25 പ്ലസ് 1.5 അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, 1 പോയിന്റ്. അപ്പോൾ 1 പോയിന്റ് കണ്ടില്ലേ? പോയിന്റിൻ്റെ അടി പോയിന്റ് വരണ്ടേ? 1.5. ഈ 5നെ കൊണ്ടിട്ട് അയ്യറ്റത്തേക്ക് നീക്കരുത്. 5 ഇതിൻ്റെ അടി തന്നെ വരണം. 1.5. ഇനി നോക്കിയാൽ 5 5 2 7. ഓക്കെ ആണല്ലോ? ഇനി പോയിന്റ് 2 3 3. ഓക്കെ, അപ്പോൾ 3.75 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോയിന്റ് ഇങ്ങോട്ട് ഇട്ടാലും മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കൂട്ടുന്നതിൻ്റെ ഇടയിൽ പോയിന്റ് ഇടുന്നില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ആഡ് ചെയ്തതിന് ശേഷം ഈ പോയിന്റ് അതേ സ്ഥാനത്ത് നമ്മൾ ഇറക്കിയിട്ടാലും മതി. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 2 small bottles contain 0.850 liter and 0.375 ലിറ്റർ ഓഫ് ഹണി അല്ലേ? അപ്പോൾ 2 ചെറിയ പാത്രങ്ങളായിട്ട് കുറച്ച് തേനുണ്ട്. ആ തേൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പാത്രത്തിൽ എത്ര ഉണ്ട്? 0.850 ലിറ്ററും അടുത്ത പാത്രത്തിൽ 0.375 ലിറ്ററും തേനുണ്ട് അല്ലേ? ഇനിയോ, ഇഫ് ബോത്ത് ദി ബോട്ടിൽസ് ആർ എംപ്റ്റീഡ് ഇൻ ടു എ ലാർജ് ബോട്ടിൽ. അപ്പോൾ 2 ചെറിയ കുപ്പിലുള്ള ഈ തേന് ഒരു വലിയ കുപ്പിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഹൗ മച്ച് ഹണി ഡസ് ഇറ്റ് കണ്ടെയ്ൻ? അങ്ങനെയാണെങ്കിൽ ഈ വലിയ കുപ്പിയിൽ എത്ര തേനുണ്ടായിരിക്കും? നമുക്ക് എന്ത് ചെയ്താൽ മതി? ചെറിയ കുപ്പിലെ തേൻ്റെ അളവും വലിയ കുപ്പിലെ തേൻ്റെ അളവും തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹണി ഇൻ ദി ഫസ്റ്റ് ബോട്ടിൽ. അതായത് ആദ്യത്തെ ബോട്ടിലെ തേനിൻ്റെ അളവ് അല്ലേ? ആദ്യത്തെ ബോട്ടിലെ തേനിൻ്റെ അളവ് എത്രയാണ്? 0.850 അത്രയും ലിറ്റർ. ഓക്കെ, ഇനിയോ ഹണി അല്ല, ഹണി ഇൻ ദി ഫസ്റ്റിന് പകരം നമുക്ക് സെക്കൻഡ് ബോട്ടിൽ.
അതായത് രണ്ടാമത്തെ ബോട്ടിൽ, രണ്ടാമത്തെ കുപ്പിയിലെ തേനിൻ്റെ അളവ് എത്രയുണ്ട്? തേന് 0.375 ലിറ്റർ അല്ലേ? അപ്പോൾ ആദ്യത്തെ പാത്രത്തിൽ ഇത്ര ഉണ്ട്, രണ്ടാമത്തെ പാത്രത്തിൽ ഉണ്ട്. ഇത് എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? അപ്പോൾ മൊത്തം എത്ര ഉണ്ടാകുന്നത് നമുക്ക് കാണേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹണി ഇൻ ദി ലാർജ് ബോട്ടിൽ, ഹണി ഇൻ ദി ലാർജ് ബോട്ടിൽ, അതായത് വലിയ കുപ്പിയിലെ തേനിൻ്റെ അളവ് എത്ര വരും? ഇത് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 0.850 പ്ലസ് 0.375 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 0.850 ഇത് നമ്മൾ ആദ്യം എഴുതി. ഇനി എന്ത് വേണം? 0.375 അല്ലേ? അപ്പോൾ പോയിന്റിൻ്റെ അടിച്ച് പോയിന്റ് വരണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ പോയിന്റ് നോക്കിയാൽ ഇതേപോലെ എഴുതിയാൽ മതി പോയിന്റ്. ഇപ്പോൾ 0.375 കണ്ടില്ലേ? ഇതേപോലെ തന്നെ എഴുതണം. ഇനി നമ്മൾ ആഡ് ചെയ്യുക, സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. 5 ഇനി നോക്കിയാൽ 7 5 12, ബാക്കി 1 ഉണ്ട് അല്ലേ? 1. ഇനി 1 8 9, 9 3 12 അല്ലേ? ബാക്കി 1 അല്ലേ? അപ്പോൾ 1 0 1, പിന്നെ ഇവിടെ 1 വരുന്നത് അല്ലേ? ഈ 1 ഉള്ളൂ, ആ 1 എന്ത് ചെയ്യാം? ഈ പോയിന്റ് നമുക്ക് ഇവിടെ അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇതേ പോയിന്റ് ഇങ്ങോട്ട് ഇറക്കിയിട്ടാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തതിനിടയിൽ ഈ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പോയിന്റ് ഇടാം. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാതെ, പക്ഷേ പോയിന്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ പോയിന്റ് നമ്മളിവിടെ ഇറക്കിയിടാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈക്വൽ ടു 1.225 ലിറ്റർ. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡെസിമൽ നമ്പറിൽ നിന്ന് അടുത്ത ഡെസിമൽ നമ്പർ എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.